പേരിപ്പോൾ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മ. അതാണ് പേരിട്ടിരിക്കുന്നത് ആത്മജ മഹാദേവ്. വിജയ് മാധവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഏകദേശം 5.24 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അത് മാത്രമല്ല ഈ പുള്ളി ഐഡിയാസ് ആസിംഗ് ഫെയിം ആണ്. നിലവിൽ ഈ പുള്ളിക്കാരൻ എയറിലാവാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ പുള്ളിക്കാരന്റെ മക്കൾക്കിടുന്ന പേരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടിരിക്കുന്നത്. കാര്യം സ്വന്തം മക്കൾക്ക് ഇഷ്ടമുള്ള പേര് എന്തു വിടാം, പക്ഷേ വായി തോന്നുന്ന പേര് ഇട്ട് കഴിഞ്ഞാൽ അവർ വളർന്ന് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ആ പേര് കാരണം ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവമാണ് ഇവിടെ. അതായത് ഈ പുള്ളിയുടെ മൂത്ത മകനായിട്ടുള്ള കൊച്ചിനിട്ടേക്കുന്ന പേരാണ് ആത്മജ മഹാദേവ് എന്ന്. അതായത് ആൺകുട്ടിക്കിട്ട പേരാണ് ആത്മജ. അപ്പൊ ആ ഒരു പേരിട്ട സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പുള്ളിയുടെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് തെറി പറയുകയും അതിന് എഗെയിൻസ്റ്റ് നിൽക്കുകയും പ്രത്യേകിച്ച് ആ കൊച്ചിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുകയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആദ്യത്തെ കൊച്ചിന്റെ പേരിടൽ ചടങ്ങ് ഞാൻ ഇവിടെ കാണിക്കാം, അത് നമുക്കൊന്ന് കാണാം. എല്ലാവർക്കും കേൾക്കാനായിട്ട് പേരിട്ടിരിക്കുന്നത് ആത്മജ മഹാദേവ്. കൊള്ളാം, ആരും ഒന്നും പറയുന്നില്ലേ? ഈ പേര് എന്ന് പറയുമ്പോൾ നമുക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ പേര് എനിക്ക് വന്നത് വളരെ മുൻപേ വന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അനിയത്തിയുടെ കൊച്ചിന് ഞാൻ സജസ്റ്റ് ചെയ്ത പേരാ, പിന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ആത്മജ എന്ന് പറയുന്ന പേര് ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ട്. ആത്മജന്മം നാക്ക്, ആത്മജ് നാക്ക് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് ഈ പേര് എന്റെ വിഷനിലേക്ക് വന്ന് കയറിയതാണ്. ഇതൊന്നും ഞാൻ തിരഞ്ഞെടുത്തതോ ഞാൻ പോയി തപ്പിപ്പിടിച്ച പേരോ ഒന്നുമല്ല. അപ്പോ ആത്മജ എന്ന് പറഞ്ഞ പേര് എനിക്ക് ഇഷ്ടമുള്ള വാക്കാണ്. അതിന്റെ കൂട്ടത്തിൽ മഹാദേവും കയറിയത് ഗുരുവായൂർ വെച്ച് ഒരു ഇന്റർവ്യൂവിൽ നിന്നാണ് എനിക്ക് ആ പേര് വരുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു വിധിയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ രീതികളെല്ലാം ഇപ്പൊ ഞാൻ എന്താ പറയുന്നത്, എന്റെ ഒരു പവർ ഓഫ് അറ്റോർണി ഞാൻ കൊടുത്തിരിക്കുന്നത് ആ അൾട്ടിമേറ്റിനാണ്, അല്ലെങ്കിൽ ആ ഒരു അബ്സല്യൂട്ട് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ്. കാരണം ഞാൻ എൻ്റെ ബോഡിയെ ജസ്റ്റ് ഒരു മെഷീനായിട്ട് കാണുന്നു, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗോഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്നെ കൊണ്ട് ഈ പേര് ഇടിപ്പിച്ചതും ആ പേരിനെ പറ്റി നിങ്ങളെ കൊണ്ട് ഇത്രയും പറഞ്ഞ് യൂട്യൂബിലും ഗൂഗിളിലും ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആക്കി വന്നതും ഇപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിക്കുന്നതും എല്ലാം ഈ പറയുന്ന ആ ഒരു കോസ്മിക് എനർജി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, കണ്ടല്ലോ. അതായത് അന്ധമായ വിശ്വാസത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. പുള്ളിയുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ കാണും. കാര്യം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇത് അന്ധവിശ്വാസമാണ്. അതായത് പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ കിട്ടുന്നത് ഓരോരോ ഇൻസിഡൻസ് ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്നതും കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരത്തിലും പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ എന്തോ ഒരു സംഭവമാണെന്നാണ് പുള്ളിയുടെ ഒരു വിശ്വാസം അല്ലേ. അതൊരു അന്ധമായ വിശ്വാസത്തിലൂടെയാണ് പുള്ളിയുടെ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇട്ടൊരു പേരാണ് ഈ പറയുന്ന ആത്മജ മഹാദേവ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കുട്ടിയുടെ പേര് നിങ്ങൾ കേട്ടല്ലോ. ഇനി രണ്ടാമത്തെ കുട്ടി, ഇപ്പം ജനിച്ച ആ കുട്ടി, അതായത് മകളാണ് ജനിച്ചത്. ആ മകളുടെ പേര് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. തീരുമാനിച്ചു, ഞാനിവിടെ പേരെഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം എനിക്ക് ഒരുപാട് പേരിങ്ങനെ ചോദിക്കുമ്പോൾ പേര് പിന്നെ പറയാം, പേരിട്ടിട്ടില്ല അല്ല, അങ്ങനെയൊന്നും എനിക്ക് പറയാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല. എനിക്കങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഇപ്പം എനിക്ക് കണ്ടുപിടിച്ചിട്ടില്ല, ഞാൻ പറയും പേര് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് നമ്മൾ പേരും കണ്ടുപിടിച്ച് രജിസ്ട്രേഷൻ എഴുതിയും കൊടുത്തതിന് ശേഷം ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കരുതി ഒരുപാട് പേര് ഇത് ആഗ്രഹിച്ചിരിക്കുന്നു. പോസിറ്റീവായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്കറിയത്തില്ല എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും ഈ പേരെന്നുള്ളത്. പക്ഷേ എന്നാലും ഇതും തീർച്ചയായിട്ടും എന്നിലേക്ക് വന്ന പേരാണ്. അപ്പോൾ എല്ലാവരുടെയും ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാനും പറയാതിരിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ പേര് പറയുകയാണ്. നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പോൾ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മ. അതാണ് പേര് കേട്ടോ. പറ, ഒച്ചത്തിൽ പറ, എന്നാലേ കേൾക്കത്തുള്ളൂ. ഓം പരമാത്മ, അത്രേ ഉള്ളൂ. അപ്പം ഓം പരമാത്മ എന്നാണ് ഇപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് വളരെ ഡിവൈനായിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ്. അപ്പം അതുകൊണ്ട് ആ പേരിലൂടെ ആ പേരിന് എന്തൊക്കെ പവറുകളുണ്ടോ അതിൻ്റെ ഒരു 0.0001% ഗുണം ഈ പേരിട്ടുന്ന അല്ലെങ്കിൽ ആ പേരിട്ട് അറിയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടിയാൽ തന്നെ ഭയങ്കര
ദൈവാധീനമായിരിക്കും. കുട്ടിയുടെ പേര് ഓം പരമാത്മ. സത്യം പറയല്ലേ, എന്തോന്നടേ ഇത്, ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ആ കുട്ടിയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. വളർന്ന് വലുതാകുമ്പോൾ ആ കൊച്ചിനെ എങ്ങനെയായിരിക്കും ആൾക്കാർ സ്കൂളിൽ ചെല്ലാൻ വിളിക്കുന്നത്? ഓം പരമാത്മ ഇങ്ങ് വരൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവർക്കിനിപ്പം വലുതാകുമ്പോൾ ആ പേര് മാറ്റാം. പക്ഷേ എന്നാൽ ഇത് കേട്ട് ഇത്രയും നാള് ആ കൊച്ചു ജീവിക്കണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്ക്. ആ കൊച്ചിന്റെ മാനസിക നിലയും കൂടി ഒന്ന് മനസ്സിലാക്കണ്ടേ? ഈ പുള്ളി പറയുന്നത് ഡിവൈനാണ്, സ്പിരിച്വൽ മറ്റേതാണ് മറിച്ചയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാം ശരിയാണ്. അത് നിങ്ങളുടേതായിട്ടുള്ള അന്ധമായ വിശ്വാസമാണ്. അതൊരിക്കലും മക്കളുടെ തലയിലോട്ടും കൂടെ അടിച്ചേൽപ്പിക്കരുത്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട്. ഈ മിന്നാരം പടത്തിനകത്തൊരു ഡയലോഗുണ്ട്, എന്റെ അമ്മയുടെ പേര് പീതാമരനായിരുന്നു. ആ ഒരു രീതിയാണ് എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ഫീൽ ചെയ്തത്. എന്തായാലും വേറെ ഒന്നുമല്ല സംഭവം, പുള്ളിക്കാരൻ അന്ധമായ വിശ്വാസത്തിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ലൈഫാണ്. എന്തായാലും ആ ഒരു വൈഫിന്റെ കാര്യം ആലോചിക്കുമ്പം അതിലും വലിയ കോമഡി തോന്നി. പുള്ളിക്കാരത്തേക്ക് ഒന്നും പറയാൻ വയ്യ. പുള്ളിക്കാരത്തി മിണ്ടാതെല്ലാം ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ശരിക്കും ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണല്ലേ. ശരിക്കും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള തോന്നിവാസങ്ങൾ ഒരു പെൺകുട്ടികൾ സഹിക്കത്തില്ല. ഇത് അവർ മിണ്ടാതിരിക്കുമോ ഇതൊക്കെ കേട്ടിട്ട്? ഇനി ഈ പേരിലോട്ടൊക്കെ എങ്ങനെ വരുന്നു എന്ന് ഈ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യമുണ്ട്, അതും കൂടി കേൾക്കാം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതെല്ലാം എൻ്റെ വിഷനി വരുന്നതാണ്. ഞാനിതൊന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനൊരു വെറൈറ്റി പേരിടണമെന്ന് നിശ്ചയിക്കുന്നതോ ഒന്നുമല്ല. ഈ പേരൊന്നും ഇടാൻ പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നും വേണ്ട, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എനിക്കെല്ലാം തോട്ടാണ്. നമ്മുടെ ആ ഒരു തോട്ടിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ അങ്ങ് പോവുകയാണ്. അപ്പം നമ്മുടെ വിശ്വാസത്തിൽ എന്നിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്നതെല്ലാം അങ്ങനെ ആയിരിക്കുമെന്നും നമ്മളങ്ങ് കരുതുകയാണ്. അതിലാണ് നമ്മുടെ ഒരു യാത്ര. ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടി അത് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ജനിച്ചപ്പോൾ മാത്രം അറിഞ്ഞത്. അപ്പം അപ്പോഴും എനിക്ക് വന്ന പേര് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യവും ഇടാൻ തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആണാണേലും പെണ്ണാണേലും ആ പേര് തന്നെ അത് വരത്തുള്ളായിരുന്നു. കാരണം അത് ദേവിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ദേവിയോട് മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ദേവിക പറഞ്ഞ, അയ്യോ ഭഗവാനെ, ഇത് ആത്മജയുടെ പോകുമല്ലോ. ആത്മജ മഹാദേവ് എന്നുള്ള പേര് മാഷ ഫസ്റ്റ് നമ്മൾ കല്യാണം കഴിഞ്ഞതിന് മുന്നേ തന്നെ നന്ദുവിൻ്റെ കുട്ടിക്ക് ആത്മജ എന്നുള്ള പേരിടണം എന്ന് മാഷിനെ ആഗ്രഹിച്ചു പറഞ്ഞല്ല, എന്നിലേക്ക് ആ പേര് വന്നു. ഞാനന്ന് കല്യാണം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്നത് കൊണ്ടും എൻ്റെ പെങ്ങൾ കല്യാണം കഴിച്ചൊരു കുട്ടി ആയതുകൊണ്ടും അവൾ എന്നോട് സജഷൻ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ ഈ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു വേറെ ഏതെങ്കിലും. ഞാൻ പറഞ്ഞു എനിക്കൊരു പേര് കിട്ടിയല്ലോ, ഇനി എനിക്ക് വേറൊരു പേരിന് വേണ്ടി അലയാൻ പറ്റത്തില്ല. എന്തോ ഭാഗ്യം അതൊന്നും ആ കുട്ടിക്ക് ഇടാഞ്ഞത്. ഇത് ലിറ്ററലി പറഞ്ഞല്ലോ, ഇതൊരു മാനസികമായിട്ടുള്ള ഒരു രോഗമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് ഓവറായിട്ട് ഒബ്സസ്ഡ് ആവല് ഒരു വിശ്വാസത്തിലോട്ടും ഒരു കാര്യത്തിനകത്തോട്ടും. കാര്യം ഈ നിലവിൽ ഇപ്പം നടന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ അന്ധവിശ്വാസത്തിൻ്റെയൊക്കെ പേരിലാണ് ഈ ചെന്താമര എന്ന് പറയുന്ന ഒരുത്തൻ കാണിക്കുന്നുണ്ടല്ലേ, അവൻ്റെ അടുത്ത് ജോത്സ്യം പറഞ്ഞു കൊടുത്തു, അവൻ്റെ കുടുംബം തകർത്തത് ഒരു മുടി നീട്ടി വളർത്തിയ ഒരു പെൺകുട്ടിയാണെന്നുള്ള രീതി. എന്നിട്ട് അവൻ കാണിച്ചു കൂട്ടി എന്തൊക്കെയായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്ധമായ വിശ്വാസത്തിലൊന്നും നിങ്ങൾ ഭയങ്കര അഡിക്റ്റ് ആവാതിരിക്കുക, റിയാലിറ്റിയിലോട്ട് വരിക. ശരിക്കും ഇവിടെ അങ്ങനെ ഒരു വൈഫിനെ കിട്ടിയത് എന്തോ ഭാഗ്യമായിട്ടാണ് കരുതേണ്ടത് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ വെറുപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരെയും കൂടെ വെറുപ്പിച്ച് മൊത്തത്തിൽ ഒരു വേറെ സിറ്റുവേഷനിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്തു നോക്കണം. പണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവരെല്ലാവരും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറേ കമൻറ്റ്സ് ഒക്കെ ഇവിടെ വായിക്കുന്നുണ്ട്, ഇതിൽ ബാക്കിയിട്ട് കാണാം. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പേര് ചൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ നീ വേറെ സ്വന്തമായിട്ട് പേര് അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അത് ഇടുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് ഇങ്ങനെ വരും. ആ വരുന്നതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും ശക്തിയോട്. അതായത് എൻ്റെ ചൂസ് ചെയ്യുന്നത് അല്ലെ എൻ്റെ ഡെസിഷൻ നമുക്ക് അനുകൂലം ആവണേ, അല്ലെങ്കിൽ നല്ലത് സംഭവിക്കണേ. അപ്പം ഇപ്പം അതും മാറ്റി എനിക്ക് കഴിഞ്ഞ ദിവസം ഈ ദേവിയുടെ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് എനിക്ക് വന്ന ഒരു കേട്ടാ, ഇതുവരെ കേൾക്കാതൊരു ശബ്ദം കേട്ടില്ലേ? അപ്പോൾ വന്ന ഒരു ഇത് പുള്ളി കാണിച്ചിട്ടില്ലേ, അവിടെ ഒരു സൗണ്ട് കേട്ടിട്ടില്ലേ, കണ്ടോ? അതാണ് എന്തോ ദൈവികമായ ശക്തി നമ്മുടെ ചുറ്റിലുണ്ട്. അതായത് അന്ധവിശ്വാസത്തിൻ്റെ എക്സ്ട്രീം സ്റ്റേജ് ആ രീതിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ
ഇത് എത്രയും പെട്ടെന്ന് ഈ പുള്ളിയെ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയോ അല്ലെങ്കിൽ വല്ല കൗൺസിലിങ്ങിന് കൊണ്ടുപോയോ ഒക്കെ ചെയ്യാൻ നോക്കുക. കാര്യം ഇതൊരു കാര്യമില്ല, ഇത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് കൂടത്തേ ഉള്ളൂ, ഇത് ഒരിക്കലും കുറയത്തില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലായിടത്തും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാവാം. നമുക്കൊരു ലിമിറ്റ് വേണം, ഓവർ ആവരുത്. ഓവറായി കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെയുള്ള പ്രാന്ത പ്രവർത്തികളായിരിക്കും പിന്നെ കാണിക്കുന്നത്. ആ മക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. ആ പൊടി കുഞ്ഞ് ജനിച്ചുള്ള ആ കുഞ്ഞ്, ആ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പേരൊക്കെ ഇട്ടിട്ട് ഒന്നും പറയാനില്ല എനിക്ക്. തോട്ടാണ് അത്, തോട്ടല്ല, വാക്കാണ്, അറിയാതെ വന്ന വാക്കാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? അതെ, രവി ഇങ്ങനെ ഡെസ്പായിട്ട് കിടക്കുമ്പോൾ എനിക്ക് വന്ന വാക്കാണ്. ഞാൻ സാധാരണ പറയാറുള്ള വാക്ക് എന്താണ് നല്ലത്, അത് സംഭവിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ലത് സംഭവിക്കട്ടെ, അത് ആർക്കാണേലും. നമുക്കറിയത്തില്ല എന്താണ് നല്ലതെന്ന്. പക്ഷെ ഇത് പെട്ടെന്ന് ഞാൻ അന്നേരം പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് നമുക്ക് നല്ലത് മാത്രം, അല്ലെങ്കിൽ നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ, അങ്ങനെയല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ പേരുകളിലോട്ടൊക്കെ എത്തുന്നതെന്ന് ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയല്ലോ. അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള പല പല സൗണ്ടുകൾ കേൾക്കും. ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട്, ഇവിടെ എൻ്റെ റിംഗ് ലൈറ്റിന്റെ എന്തൊരു സൗണ്ട് കേട്ടതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു സൗണ്ടുകൾ കേൾക്കുമ്പോൾ പുള്ളിക്കാരൻ വിചാരിക്കുന്നത് അതെന്തോ ദൈവീയ ശക്തി നമ്മളിലേക്ക് ആവാഹിച്ചു വരുന്നു, അപ്പോൾ അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ വരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി പറയണത്. എന്തായാലും ഈ ഓം പരമാത്മയിലോട്ട് എത്തിയതിൻ്റെ ഒരു കഥയും കൂടെ പുള്ളി പറയുന്നുണ്ട്. അതാണ് അതിലും വലിയ കോമഡി. അതിലോട്ട് പോകുന്നതിന് മുന്നേ പുള്ളിയുടെ കമൻസ് നമുക്കൊന്ന് വായിക്കാം. ഭർത്താവ് എന്ത് ഭ്രാന്ത് കാണിച്ചാലും വെറുതെ ഇളിച്ചുകൊണ്ടിരിക്കാൻ നാണമില്ലേ? കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് 2 ഓമന മക്കളെ കിട്ടി. പക്ഷെ ഇയാളുടെ ഓവർ തോട്ട് കാരണം കുട്ടിക്ക് നാളെ മറ്റുള്ളവരുടെ കളിയാക്കലും പരിഹാസവും കേൾക്കേണ്ടി വരും. അന്നും ഇങ്ങനെ ഇളിക്കും. കഷ്ടം. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതായത് ആ കുട്ടിയെ ആൾക്കാരെല്ലാവരും കൂടെ കളിയാക്കുമ്പം അതിനുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു പ്രയാസം ഉണ്ടല്ലോ. കാര്യം ഈ അടുത്ത് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തൊരു വിഷയമൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അത് റാഗിങ് മൂലമാണ്. അത് റാഗിങ് മൂലം നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായി വിഷമിച്ച് അതിൻ്റെ പേരിലാണ് ആ കുട്ടി അങ്ങനെ കാണിക്കുന്നത്. പക്ഷെ അതേപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഡ്രോമയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും മാറത്തില്ല. കളിയാക്കലും ആ ഒരു കുത്തുവാക്കുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് കഴിവതും ദൈവത്തെ ഓർത്ത് ഈ പേരുകളൊക്കെ മാറ്റാൻ നോക്കുക. എന്നിട്ട് റിയാലിറ്റിയിലോട്ട് നിങ്ങൾ ഇറങ്ങി വരാൻ നോക്ക്. ഭക്തിയാകാം, ഇത്രയും ഓവർ ആകരുത്. എനിവേ, ഓം പരമാത്മ സുഖമായി ഇരിക്കട്ടെ. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഈ പേര് കുഞ്ഞിന് ഒരു ബാധ്യത ആകാതിരിക്കട്ടെ. എന്തായാലും ഫ്യൂച്ചറിൽ ഈ കുഞ്ഞ് എത്രമാത്രം ഈ പേര് കൊണ്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഭക്തി പ്രകടിപ്പിക്കേണ്ടത് കുഞ്ഞിന് പേരിട്ടല്ല. വളരെ വളരെ കറക്റ്റാണ്. കാര്യം ഭക്തിയൊക്കെ വേണ്ടത് ഉള്ളിലാണ്, അല്ലാതെ പേരിലൊക്കെ എന്തോന്നിരിക്കുന്നത്. ഇവിടെ ഗോവിന്ദചാമി എന്നൊക്കെ പറഞ്ഞ് പേരിട്ടേക്കുന്ന ഒരുത്തനെ, എന്നിട്ട് അവൻ പോയി കാണിച്ച പ്രവൃത്തി എന്താണെന്ന് അറിയാമല്ലോ. വല്ല എല്ലാ നല്ല പേരും ഇട്ടുകൊണ്ട് നല്ലതാണോ പോയി കാണിക്കുന്നത്? ദേവദാസൻ എന്ന് പറയുന്ന ഒരുത്തൻ പേരിട്ടേക്കുന്നത്. കോഴിക്കോട് മുക്കത്ത് നടന്ന ഇൻസിഡന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ ദേവദാസന്റെ സ്വഭാവമാണ് അവൻ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പേരിലെങ്ങൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ അന്ധമായ വിശ്വാസത്തിലാണ് പ്രശ്നങ്ങളല്ല, അല്ല പേരിനകത്തൊന്നും ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഒരു പേരിട്ടെന്നും പറഞ്ഞ് ഇവിടെ എന്ത് സംഭവിക്കാനാണ്? താങ്കളുടെ അമിതമായ അന്ധവിശ്വാസം ഈ ചാനൽ കാണുന്ന തന്നെ ഞാൻ നിർത്തി. ആഹാ, ഏകദേശം 500 പേരടുപ്പിച്ചാണ് ആ ഒരു കാര്യത്തിൽ ലൈക്ക്. അമിതമായ വിശ്വാസം കാരണം ആൾക്കാർക്ക് ഇറിറ്റേറ്റഡ് ആയി തുടങ്ങി ഈ ഒരു മഹാനെ കൊണ്ട്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ഓം പരമാത്മയിലോട്ട് എങ്ങനെയാണ് എത്തിയെന്നും കൂടി നമുക്കൊന്ന് കാണാം. നമ്മുടെ ഓം പരമാത്മ ബാക്കിൽ കിടന്ന് ചെറുതായിട്ട് ഒച്ച ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത് ദേവികയുടെ അന്ന് രാത്രിയിൽ വൈകുന്നേരം നമ്മൾ ഈ സന്തോഷം ആയ ദിവസമാണല്ലോ, അതുകൊണ്ട് അന്ന് ഞാൻ വൈകുന്നേരം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ താജിൽ കഴിക്കാൻ വേണ്ടി, ട്രിവാൻഡ്രത്തുള്ള താജ് വിവാന്തയിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ദേവിക്ക് അങ്ങനെ ഒരു ആത്മജയുടെ പേര് പറഞ്ഞപ്പോൾ ഉള്ള ഒരു സുഖം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ നമ്മൾ കഴിക്കുന്നു. അവിടെ കഴിക്കാൻ വന്ന കൂട്ടത്തിൽ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മ തമ്പുരാൻ അവർ ഫാമിലി കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദേവികയ്ക്ക് അതുവരെ പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ദേവിക പരിചയപ്പെട്ടു. അതിനുശേഷമാണ് നമ്മൾ കവടിയാർ കൊട്ടാരത്തിലൊക്കെ പോയത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ കൈലാസ യാത്ര കഴിഞ്ഞ് വന്ന ഒരു സമയം എങ്ങാണ്ടായിരുന്നു. അപ്പം പുള്ളി അന്ന് സംസാരിച്ച വാക്ക് അവിടുത്തെ ഓം പർവ്വത്തിനെ പറ്റിയാണ്. അവിടെ ശരിക്കും ആ ഓം പർവ്വത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് പറയേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ടോക്ക് വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു,
ഇതൊരു അത്ഭുതമാണ്. കാരണം ഇപ്പോൾ 1 മണിക്കൂർ മുന്നേ ഞാൻ ദേവികയോട് നമ്മളിപ്പം ബേബിക്ക് ഇടാനുള്ളൊരു പേരിൻ്റെ സജഷൻ പറഞ്ഞത് ഈ ഓം പരമാത്മ എന്നാണ്. അപ്പം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അപ്പം തന്നെ ഓം പർവ്വതം ഉണ്ടെന്നും ആ പർവ്വതത്തെ പറ്റി പുള്ളി എൻ്റെ അടുക്കൽ പറയുന്നതും ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇതെന്തോ കണക്ഷൻ ഉണ്ട്, സോ ഇത് ഫിക്സ് ചെയ്യണമെന്ന് ഉള്ളൊരു ഫീലാണ് എനിക്ക്. നേരത്തെ നമ്മുടെ മഹാദേവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഫീല് കണക്റ്റായി. ഞാൻ അപ്പോൾ ദേവികയോട് പറഞ്ഞപ്പോൾ ദേവിക്ക് അത് ബോധ്യമായി. ഓക്കെ വർക്ക് കേട്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവം. ആ പേരിലോട്ട് എത്തിയത് തന്നെ ഒരു വാക്കിൽ നിന്ന് പിടിച്ചിട്ടൊക്കെയാണ്. എന്നാലും ഒന്നും പറയാനില്ല. കാര്യം നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒബ്സസ്ഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ നിന്ന് മാറാനായിട്ട് വലിയ ചാൻസ് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആ ഒരു നിങ്ങളുടെ വൈഫിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് വരുന്നത്. കാര്യം പുള്ളിക്കാരത്തി എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുവാടേ ഇത്? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ? എന്തിനാണ് ഇത്രയും ക്രൂരതകൾ ആ കുട്ടിയെടുത്തൊക്കെ കാണിക്കുന്നത്? നിങ്ങളെ എന്ത് തെറ്റിയത്? ആ രണ്ട് മക്കളെ നിങ്ങൾക്ക് ദൈവമായിട്ട് നിങ്ങൾക്ക് തന്ന് അതിന് നല്ല പേരിടുക. അതായത് മൂത്ത ആൺകുട്ടിക്ക് ആത്മജ എന്നൊക്കെ പേരിട്ടേക്കുന്നത് എന്ത് കളിയാക്കലായിരിക്കും എന്നറിയോ? കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ അതൊരു കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അത് എന്തുമാത്രം വിഷമങ്ങൾ നേരിടേണ്ടി വരും. ഇനി പോട്ടെ, അതും പോട്ടെ, ആദ്യത്തെ നമുക്ക് പിന്നെയും പറയാം. രണ്ടാമത്തെ എന്തോന്നടേ ഇത്? പരമാത്മായി ഒരു പെൺകുട്ടിക്ക് ഇടുന്ന പേരാണ്. കഷ്ടം തന്നെ. ഇനി പുച്ഛമാണ് തോന്നുന്നത് മിസ്റ്റർ. എന്തായാലും ഇനിയെങ്കിലും ഒന്ന് നിങ്ങൾ മാറ്റി ചിന്തിക്കാനായിട്ട് നോക്കുക. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.